സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫെബ്രുവരി 6 എനർജി എന്താണ്. തേഴ്സ്ഡേ ഫെബ്രുവരി 6 എനർജി. താങ്ക് യു. ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ ദിവസത്തെ ഗൈഡൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഗ്രൗണ്ടിങ്. കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ഹെഡ് സ്പേസിൽ ഓവർ തിങ്ക് ചെയ്യുക. ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അത് ചിന്തിച്ച് നിങ്ങൾ ഒരു നെഗറ്റീവ് വൈബ്രേഷനിലോട്ട് പോവുക. നിങ്ങളെ കുറച്ച് കാണുക. കുറച്ച് പേർക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഹെഡ് സ്പേസിൽ നിന്നിട്ടും നിങ്ങളുടെ അറ്റൻഷൻ കുറച്ചൊന്ന് മാറ്റുക. കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ സെൻറ്റേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, സ്ട്രാറ്റജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് പ്രാവർത്തികമാകാനായിട്ട് കുറച്ചൊരു സമയം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ കെയർഫുള്ളി പ്ലാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടെ വിശ്വാസം കൊണ്ടുവരിക, ഫെയ്ത്ത് കൊണ്ടുവരിക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഓവർ പവർ ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലായിരിക്കാം, ഗ്രൂപ്പിലായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡിക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. ഇവിടെ ടേക്ക് എ ചാൻസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അവസരം, എന്തെങ്കിലും ന്യൂ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഫൈനലി നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേര് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു എനർജിയാണ്. അത് ബ്രേക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 1 ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഒരു ഫേസിലോട്ട് കടക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടാകാം. ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഹീലിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം. നമ്മളെ ഹേർട്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് ഒരു പുതിയ ഒരു എനർജിയിലോട്ട് മാറുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഫേസിൽ ആ ഒരു പുതിയ എനർജി കുറച്ച് പേര് വെൽക്കം ചെയ്യുന്നൊരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ്, വിദ്യയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സരസ്വതി ദേവിയുടെ എനർജി. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻ കൊണ്ടുവരാനായിട്ട്, ക്രിയേറ്റീവായിട്ടുള്ള പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. റെഡ് കളറും ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ലവ് റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് എനർജി, ന്യൂ പാഷൻ, ഒരു പുതിയ വ്യക്തിനെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. ഇത് ചിലപ്പോൾ നിങ്ങളോട് തന്നെയുള്ള സ്നേഹവും ആകാം. ഓക്കെ, നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് പുറത്ത് തിരഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇൻവേർഡായിട്ട് തൻ്റെ ഉള്ളിലോട്ട് ആ ഒരു സ്നേഹം കണ്ടെത്താനായിട്ട്, സെൽഫ് ലവിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ എനർജിയാണ് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. കുറച്ച് പേർക്ക് യാത്രകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ ഒപ്പം യാത്രകൾ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ബ്ലെസ്സിങ്സ് എന്താണ് ഇന്നത്തെ ദിവസം? ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ജോബിൽ, കരിയറിൽ, ഫിനാൻസിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ
ഷിഫ്റ്റ് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. February 6th തേഴ്സ്ഡേയുടെ എനർജി പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം. ഇന്ന് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണ്. അബണ്ടൻസ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അബണ്ടൻസ്, മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എൻ്റെ ലൈഫിൽ കുറവുകളുണ്ട്, എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ, അതിന് പകരമായിട്ട് എനിക്ക് എന്ത് നേടാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് എന്താണ്, എൻ്റെ ഹീലിംഗ് ജേർണി എന്താണ്, അതിനെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെയെല്ലാം ഒരു നിസ്സഹായ അവസ്ഥ, ഒരു വിക്ടിം മെൻറ്റാലിറ്റി, അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ബിലീവ് ചെയ്യണം. നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ, കർമ്മ, അതെല്ലാം നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഫ്ലോയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കഴിവുണ്ടാകാം, പൊട്ടൻഷ്യൽ ഉണ്ടാകാം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയും നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് ഒത്തിരി ബിസി ആയിട്ടിരുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക, പല കാര്യങ്ങൾ ലേൺ ചെയ്യുക, എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെയാണ് ഞാൻ എൻ്റെ എനർജി ഫുള്ളായിട്ട് കൊടുക്കേണ്ടത്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സോഷൻ, നിങ്ങളുടെ പെട്ടെന്ന് ബോഡിയിൽ നിങ്ങളുടെ എനർജി നഷ്ടമാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരിക, ഒരു ഓവർവെൽമിങ് എനർജിയിലോട്ട് പോകുക, അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പവർ എവിടെയാണോ ഇരിക്കുന്നത്, ശക്തി എവിടെയാണോ ഇരിക്കുന്നത്, അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ കുറച്ചൊരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ സ്കാറ്റേർഡായി കിടന്ന്, ചെതറിക്കിടന്ന നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട്, നിങ്ങളുടെ ആ ഒരു പവറിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ടാരോ കാർഡ്സ് നോക്കാം. പാൽ നമ്പർ 2 മുന്നോട്ടുള്ള ഒരു സഞ്ചാരമാണ് കാണുന്നത്. ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് മെസ്സേജിൻ്റെ രൂപത്തിൽ, കമ്മ്യൂണിക്കേഷൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഇടയിൽ ന്യൂസ് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇന്ന് ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഫാമിലി, ഹോമിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ഓഫർ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻവിറ്റേഷൻ്റെ എനർജി ആയിരിക്കാം. താങ്ക് യു. ഇവിടെ 9 of Cupsൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹാപ്പി ന്യൂസ്, നിങ്ങളുടെ എന്തെങ്കിലും വിഷ് ഫുൾഫിൽ ചെയ്ത് വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ട്രാവൽ വിഷ് ആയിരിക്കാം, ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷസ് ആയിരിക്കാം. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗെയിൻ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്, ന്യൂസ്, സമാധാനം നൽകുന്ന എന്തെങ്കിലും ഒരു എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം, പുതിയ രൂപത്തിൽ, പുതിയ ഫോമിൽ.
ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഡെവിളിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ആ ഒരു പാഷനാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് പേര് നിങ്ങളുടെ ബോഡി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മടി, ഇപ്പോൾ യോഗ ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ എഗെയിൻ പിന്നോട്ട് വലിക്കുന്ന എനർജി, അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ഈ ഒരു ടോക്സിക് എനർജിയിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ടുള്ള ഇപ്പോൾ ഒരു നോ കിട്ടുന്നുണ്ട്, നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, എത്രയൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്താ പറയുക തരണം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഐഡിയ, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങും ആകാം. ഓക്കെ, ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? പാൽ നമ്പർ 2 ജസ്റ്റിസ്. കുറച്ച് പേർക്ക് ഇവിടെ ബാക്കിൽ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കോംപ്രമൈസ് ആയിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ പറഞ്ഞ് തീർപ്പാക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അത് നിങ്ങളെ കുറച്ചും കൂടെ ഫ്രീഡത്തിൻ്റെ എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ധൈര്യത്തോടു കൂടി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതുമായിരിക്കാം. ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രൂത്ത്, സത്യമാണ്, അത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു വർത്ത് ഇഷ്യൂസിൽ വർക്ക് ചെയ്യുക. ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നോട്ട് മാറാതിരിക്കുക, ധൈര്യമായിട്ട് ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.